ഹലോ ഗേസ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇപ്പോൾ വേനൽക്കാലം ഇതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലിപ്പോൾ ഉള്ളൊരു ഐറ്റമാണ് ഐസ്ക്രീം ബോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഐസ്ക്രീം ബോളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അതായത് നമ്മൾ വെളിയിലിട്ട് കഴിഞ്ഞാൽ അത് പ്രകൃതിക്ക് ദോഷമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഹരിതകർമ്മസേനയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഐസ്ക്രീം ബോളിനകത്തിൽ വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അല്ലാതെ തന്നെ നമുക്കും പലതരത്തിലുള്ള രോഗങ്ങളുണ്ടാക്കുന്നു. അപ്പോൾ അതൊന്നും ഇല്ലാതെ നമുക്ക് ഇതിൽ നിന്ന് അടിപൊളി റീയൂസബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നമ്മൾ ഐസ്ക്രീം ബോൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഇതളുകളാക്കി എടുക്കുന്ന രീതിയിൽ എത്ര ഗ്യാപ്പ് വേണോ അതനുസരിച്ച് കട്ട് ചെയ്തെടുത്തതിന് ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്ത ഭാഗം ഇതേപോലെ നിവർത്തിയെടുക്കുക. അതിനുശേഷം അതിൻ്റെ അറ്റഭാഗത്ത് ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള നിറങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റെഡ്, വൈറ്റ്, യെല്ലോ ഈ 3 കളറിൽ ഐസ്ക്രീം ബോളാണുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കളർ ഉപയോഗിച്ചിട്ട് നമുക്ക് എത്ര പൂക്കൾ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു പൂവിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ എത്ര കാലം വേണമെങ്കിലും നിൽക്കും, ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. അപ്പോൾ നല്ല കട്ടിയായിരിക്കും ഇതളുകൾക്കൊക്കെ. അപ്പോൾ പേപ്പർ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കിനും അതിൻ്റെ നിറം ഫേഡായി പോകും, അല്ലെങ്കിൽ അത് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഇതാകുമ്പോൾ പ്രകൃതിക്കും ദോഷമില്ല, നമ്മുടെ വീട്ടിൽ നല്ലൊരു ഡെക്കറേറ്റായിട്ട് ഇരിപ്പുണ്ട്, നല്ല ഭംഗിയിൽ ഇരിപ്പുണ്ട്, എത്ര കാലം വേണമെങ്കിലും ഇരിക്കുകയും ചെയ്യും. ഇതിൻ്റെ ഇതുപോലത്തെ വൈറ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുത്തു, പിന്നെ ഒരു യെല്ലോ കളറിലാണ് നമ്മളെടുത്തു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിൽ നമുക്ക് ആ ഫ്ലവറിൻ്റെ ആ ഒരു ഇതളുകൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ റൗണ്ട് ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത്. ഇനിയല്ല നമുക്ക് വി ഷേപ്പാണ് അതിൻ്റെ ഒരു എഡ്ജ് ഷാർപ്പായിട്ടിരിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഫ്ലവേഴ്സൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. അതിന് ശേഷം ഇനി നമ്മളതിന് തണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല കാറ്റുണ്ടായതുകൊണ്ട് മെഴുകുതിരി അണഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് മാറ്റി വെച്ച് കത്തിച്ചിട്ട് ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ മെഴുകുതിരി മെയിനായിട്ട് നമുക്ക് വേണ്ടത് കെട്ടുകമ്പിയാണ് നമ്മളിവിടെ തണ്ടുകളായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കെട്ടുകമ്പി മെഴുകുതിരിയിലോട്ട് കാണിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉരുക്കിയിട്ട് നമ്മുടെ ആ ഫ്ലവറിൻ്റെ ഉള്ളിലോട്ട് കയറ്റിയിട്ടുണ്ട്, നടുക്ക് ഭാഗത്തോട്ട് കയറ്റിയിട്ടുണ്ട്. അതിനുശേഷം ആ കെട്ടുകമ്പിയുടെ മുകളറ്റം ഇതേപോലെ പ്ലെയർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വളച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഇരിക്കും, ഒരു കുഴപ്പമില്ല, ഇളകിയൊന്നും വരത്തില്ല. അതേപോലെ തന്നെ പുറകുവശം ജസ്റ്റ് ഒന്ന് വളച്ചിട്ട് നേരെ ആക്കുകയാണെങ്കിൽ ആ വളവിൻ്റെ അവിടെ ഈ ഒരു ഫ്ലവർ സ്റ്റക്കായിട്ടിരുന്നോളും, താഴോട്ട് പോകുന്നുള്ളൊരു പ്രശ്നമൊന്നും വേണ്ട. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ തണ്ട് സെറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ആ തണ്ടിന് നമ്മൾ നിറം കൊടുക്കുന്നത്, അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക് കവർ ഏതാണോ അതിനനുസരിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗ്രീൻ ഉണ്ടായിരുന്നു, യെല്ലോ ഉണ്ടായിരുന്നു. അപ്പോൾ ഗ്രീൻ ഒരു പ്ലാസ്റ്റിക് കവർ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ആ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. നീളത്തിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ ആ ഒരു കെട്ടുകമ്പിയെ റൗണ്ടിൽ ചുറ്റി ഇങ്ങനെ എടുക്കുക. അപ്പം ആദ്യം ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ വേഗമാണ്. വീഡിയോയിൽ കാണുന്നത് പോലെ ജസ്റ്റ് ഇതേപോലെ ട്വിസ്റ്റ് ചെയ്താൽ മതി. നമ്മുടെ ആ കമ്പിയിൽ ഇത് ചുറ്റി പിടിച്ച് കറക്റ്റ് തണ്ട് പോലെ തന്നെ നിന്നോളും. ഇതും നമ്മൾ പ്ലാസ്റ്റിക് കവർ വെച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതും ഒരു റീയൂസബിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐഡിയയും കൂടിയാണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ ചെയ്യാൻ പ്ലാസ്റ്റിക്കിൻ്റെ ആവശ്യമുള്ളൂ, അതുകൊണ്ട് യാതൊരുവിധ കേടുപാടുകളും ഉണ്ടാകത്തില്ല, അടിപൊളിയായിട്ട് നിൽക്കും. അതിനുശേഷം ജസ്റ്റ് നമ്മൾ ആ ഒരു തീയിലൊന്ന് ആ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ ഭാഗം വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഓടിച്ചു കഴിഞ്ഞാൽ സ്റ്റക്കായിട്ട് അവിടെ ഇരുന്നോളും, ഇളകിയൊന്നും വീഴത്തൊന്നുമില്ല, നന്നായിട്ട് ടൈറ്റായിട്ട് ഇട്ടിരുന്നോളും. ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്ത പൂവുകളെല്ലാം കൂടെ നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു ബൊക്കെയൊക്കെ പോലെ സെറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നടുക്ക് ഭാഗത്ത് എന്തെങ്കിലും ബീഡ്സ് വല്ലതും ഒട്ടിച്ച് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. ഇപ്പം നമ്മൾ ഈ ഒരു ഐറ്റം ഉണ്ടാക്കുന്ന സമയത്ത് നിലവിൽ നമുക്ക് കയ്യിലൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ ആ ഒരു കെട്ടുകമ്പി സെൻറ്ററിൽ വരുന്ന രീതിയിൽ തന്നെ അങ്ങ് വെച്ചു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐഡിയയും കൂടിയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.